ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓണം എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മധ്യകാല ഇന്ത്യ അല്ലെ മിഡീവൽ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്ബറിന്റെ റിലീജിയസ് പോളിസീസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അക്ബറിന്റെ മതസഹിഷ്ണുതാ നയങ്ങൾ അല്ലെ. അപ്പോൾ അക്ബറിന്റെ മതസഹിഷ്ണുതാ നയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് മിസ് ഇന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഒരു 4 പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തായാലും എന്ത് ചെയ്യാൻ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പൊ ഏതാണ് അക്ബറിന്റെ റിലീജിയസ് പോളിസീസ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് നമ്മൾ പറയണല്ലേ ഏതൊക്കെയാ, ഇബാദത്ത് ഖാന ഉണ്ടല്ലേ, ഇബാദത്ത് ഖാന, അതേപോലെ എന്താ ജസിയ, ദീൻ ഇലാഹി, അതേപോലെ തന്നെ എന്താണ് ഭരണമേഖലകളിലെ എല്ലാ മതസ്ഥരെയും തുല്യമായിട്ട് പരിഗണിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇബാദത്ത് ഖാന, ദീൻ ഇലാഹി, അതേപോലെ തന്നെ നമ്മുടെ ജസിയ, അതേപോലെ ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്, എന്താ ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 4 പോയിന്റ് എന്തായാലും എഴുതി വെക്കുക അല്ലെ. ആദ്യം എന്ത് ചെയ്യുക, ഈ 4 പോയിന്റ് എഴുതി വെക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ നോക്കാം അല്ലെ. അപ്പൊ എന്താ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ഒരു ഡിസ്കഷൻ ഹാൾ ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, അക്ബർ 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ആരാണ് പണി കഴിപ്പിച്ചത്, അക്ബർ അല്ലെ. ഏത് വർഷമാണ്, 1575 അല്ലെ, 1575 എന്ത് ചെയ്യുന്നത് അക്ബർ ഫത്തേപൂർ സിക്രിയിൽ ഈ ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എന്താണ് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻ യൂസ് ടുഗദർ ഹിയർ അല്ലെ. വിവിധ മതങ്ങളിലെ പണ്ഡിതരും അതുപോലെ പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അപ്പൊ ഇതെന്താണ്, ഈ വിവിധ മതത്തിലുള്ള പണ്ഡിതരും അതേപോലെ തന്നെ നമ്മുടെ പ്രമുഖരൊക്കെ ഒത്തുചേർന്നിരുന്ന ഒരു ഡിസ്കഷൻ ഹാളാണ് ഈ ഒരു ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവില്ല, എന്താണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, വിവിധ മതത്തിൽപ്പെട്ട കുറെ ആൾക്കാർ ഇവിടെ എന്താണ് ഒന്നിച്ചിരുന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വർഷമാണ്, 1575 ഫത്തേപൂർ സിക്രിയിലാണ് ഈ ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെക്കാട്ടോ. പിന്നെ എന്താ പറയുന്നത്, അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണല്ലേ. അപ്പൊ അദ്ദേഹം റിലീജിയസ് പോളിസീസ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഇബാദത്ത് ഖാന എഴുതും, അതിന്റെ താഴെ ഈ ഒരു പോയിന്റ്സുകളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഏത് വർഷമാണ് അല്ലെ, എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ദീൻ ഇ ഇലാഹി, അതായത് ബേസിക്കലി ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത് എന്താണ്, അക്ബർ കൊണ്ടുവന്ന ഒരു എന്താണ് വിഷണറി റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതമാണ് എന്ത് ദീൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോ, എന്താണ് അക്ബർ ക്രിയേറ്റ് Deen Ilahi, his visionary religion, by combining the good aspect of all religion. എല്ലാ റിലീജിയന്റെയും നല്ല ഗുഡ് ആസ്പെക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ട്, അതായത് എന്താണ് നല്ല മതങ്ങളുടെ എന്താണ് നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപം കൊടുത്തിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ മതമാണ് ഇതെന്ന് പറയുന്നത് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ദീൻ ഇലാഹി എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത് എന്താ, പീസ് ടു ഓൾ അല്ലെങ്കിൽ എന്താണ് സുൽഹി, അതായത് എല്ലാവർക്കും സമാധാനം എന്നാണ് ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ്, ഈ 2 പോയിന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ, ജസിയ. ബേസിക്കലി ജസിയ എന്ന് പറയുന്നത് നമ്മുടെ ബാബർ കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താണ് ഒരു ടാക്സ് ആണ്. അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അടയ്ക്കേണ്ടുള്ള ഒരു ടാക്സ് ആണ് ഇതെന്ന് പറയുന്നത്, ജസിയ എന്ന് പറയുന്നത്. ദെൻ അക്ബർ ഭരണത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു ജസിയ എന്നുള്ള ഒരു ടാക്സ് എന്ത് ചെയ്യാണ്, അബോളിഷ് ചെയ്യാണ്. അപ്പോൾ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും എന്താണ് ഭരണരംഗത്തും ഗവേണൻസിലും അക്ബർ മതസഹിഷ്ണുത നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ് അല്ലെ. ഗവേണൻസിൽ വരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള റിലീജിയസ് പോളിസീസ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ആ ഒരു പോയിന്റ് എഴുതി വെക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്. എന്താണ് ഗവർണൻസിൽ നോൺ റിലീജിയസ് പീപ്പിളിനെ അല്ലെ ഭരണകാര്യങ്ങളിൽ ഭരണമേഖലകളിൽ എന്താണ് നോൺ റിലീജിയസ് അല്ലെ നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ആക്കി. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്, നോക്കിക്കോ. പീപ്പിൾ ഫ്രം ആൾ സെക്സ് വേർ ട്രീറ്റഡ് ഈക്വലി ഇൻ ആൾ സ്ഫിയർ ഓഫ് ദ മുഗൾ റൂൾ. അതായത് മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും എന്ത് ചെയ്ത് തുല്യരായി പരിഗണിച്ചു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ പേരൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അല്ലെ, അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും എന്ത്
ചെയ്തിരുന്നു? അദ്ദേഹത്തിന്റെ ഗവർണൻസിൽ അല്ലെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് എന്ത് ചെയ്തിരുന്നു? ഉയർന്ന പൊസിഷൻ വഹിച്ച ആൾക്കാരായിരുന്നു. അപ്പൊ ആരൊക്കെ നോക്കിക്കേ? രാജ ടൊഡർമാർ, അതുപോലെ രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അതായത് എന്താണ്? ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്. ഗവർണൻസിൽ എന്ത് ചെയ്തു? നോൺ റിലീജിയസ് പീപ്പിളിനെ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ആക്കി അല്ലേ. അതായത് എന്താ? ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആൾക്കാരെയും എന്ത് ചെയ്തിരുന്നു? ഈ ഗവർണൻസിൽ ഭരണകാര്യങ്ങളിൽ വരെ എന്ത് ചെയ്തിരുന്നു? ഇൻക്ലൂഡ് ആക്കിയിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ അക്ബറിന്റെ റിലീജിയസ് പോളിസീസ്, അക്ബറിന്റെ മതസഹിഷ്ണുത നയങ്ങൾ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 4 പോയിന്റ്സ് എന്ത് ചെയ്യാം? മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഏതൊക്കെയാണ്? ഇബാദത്ത് ഖാന, ദീൻ ഇലാഹി, ജസിയ, അതേപോലെ എന്താണ്? ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്. ആ ഒരു പോയിന്റ് എന്താ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുക അല്ലെ. ഏതാണ്? ഇബാദത്ത് ഖാന, അതേപോലെ തന്നെ എന്താണ്? ദീൻ ഇലാഹി, ജസിയ, അതേപോലെ തന്നെ എന്താണ്? ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവർണൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ മിസ് എന്ത് ചെയ്യാം? ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. ഓക്കെ.